റമദാൻ 17 ബദർ ദിനാണല്ലേ. നമ്മുടെ നാടുകളിൽ ധാരാളക്കണക്കിന് അനാചാരം നടക്കുന്ന ഒരു ദിവസമാണത്. അന്ന് ബദരീങ്ങളെ ആണ്ട് കഴിക്കുക, അന്ന് ബദരീങ്ങളെ പേര് നേർച്ചപ്പെട്ടികൾ സ്ഥാപിക്കുക, അന്ന് അറവ് നടത്തുക, അന്ന് പ്രത്യേകമായി കൊണ്ട് അന്നദാനം ചെയ്യുക, അതുപോലെ തന്നെ പ്രത്യേകമായ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് മാലയും മൗലൂദുകളൊക്കെ പാരായണം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തനിച്ച ബിദ്അത്തുകളാണ്, ദീനിൽ കടത്തിക്കൂട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ബദർ യുദ്ധം നടന്നത് ഹിജ്റ 2-ാം വർഷമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് ഹിജ്റ 11-നാണ്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധം നടന്നതിന് ശേഷം 8 വർഷത്തോളം ജീവിച്ചു. അപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും ബദർ ദിനം എന്ന ദിവസം വന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ആണ്ട് കഴിക്കുക, അന്ന് പ്രത്യേകമായ പരിപാടികൾ സംഘടിപ്പിക്കുക തുടങ്ങിയ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബത്തിനും മാതൃകയില്ലാത്തൊരു കാര്യം നമുക്ക് ആവശ്യമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ധാരാളക്കണക്കിന് വർഷങ്ങൾ പ്രമുഖരായിട്ടുള്ള സ്വഹാബികൾ ജീവിച്ചിട്ടുണ്ട്. അവരാരെങ്കിലും ഈ ബദർ ദിനത്തിന് അന്ന് പ്രത്യേകമായ ഒരു പരിപാടി, അന്ന് പ്രത്യേകമായി കൊണ്ട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക തുടങ്ങിയ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ദീനിൽ കടത്തിക്കൂട്ടിയിട്ടുള്ള കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ആമില അമലൻ ലൈസ അലൈഹി അംറുന, ഞാൻ പഠിപ്പിക്കാത്ത എന്തെങ്കിലും കാര്യം ദീനിൽ ആരെങ്കിലും കടത്തിക്കൂട്ടിയാൽ ഫഹുവ റദ്ദ്, അത് തള്ളേണ്ടതാണ്, അത് തള്ളപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് സലഫികൾ ഇത്തരത്തിലുള്ള ദീനിൽ കടത്തിക്കൂട്ടിയിട്ടുള്ള കാര്യങ്ങളെ തള്ളുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്, ആ കൽപ്പനയാണ് നമ്മൾ നിറവേറ്റുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ തനിച്ച ബിദ്അത്തുകളിൽ നിന്നും വിട്ടുനിൽക്കുക.